രാജ്യത്ത് പെരുകി വരുന്ന അനാഥ മന്ദിരങ്ങളും ഓർഫനേജുകളും രാജ്യത്തിന് വരും ഭാവിയിൽ ഭീഷണിയല്ലേ? വീടോ സൃഷ്ടികർത്താവോ ഇല്ലാത്ത ഈ വിഭാഗത്തിന്റെ പൗരത്വം എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്? വീടിനോടോ തന്നെ സൃഷ്ടിച്ചവരോടോ ബാധ്യതയോ കടപ്പാടോ ഇല്ലാത്ത ഈ അനാഥർ ഭാരതത്തിന് ഭാരമല്ലേ? ഹിന്ദുവിന്റെ നികുതി പണത്തിൽ നിന്ന് തന്നെ ഇവരുടെയൊക്കെ കാര്യങ്ങൾ സർക്കാർ നടത്തുന്നത് ഈ പോക്ക് പോയാൽ കാശ്മീരിലെ ഹിന്ദുക്കളെക്കാളും പരിതാപകരമാവില്ലേ ഇവിടുത്തെ ഹിന്ദുക്കളുടെ കാര്യം? നോക്കൂ, പെരുകി വരുന്ന അനാഥ മന്ദിരങ്ങളും ഓർഫനേജുകളും എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്? ഉത്തമ പൗരനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിന്റെ പല വിധത്തിൽപ്പെട്ട തിന്മകളെ കൊണ്ടാണ് ഒരാൾ അനാഥൻ എന്ന ഭാവത്തിൽ ജനിക്കുന്നത് അഥവാ വസിക്കുന്നത്. ആ ഒരു അനാഥനെ സൃഷ്ടിച്ചതിന്റെ കാരണക്കാരൻ നമ്മുടെ സമൂഹമാണ്, വേറെ ആരുമല്ല. ഏത് കാരണത്തിൽ നിന്ന്, ഏത് സാഹചര്യത്തിൽ നിന്ന് ഒരനാഥൻ ഉടലെടുക്കുന്നുണ്ടോ അതിന്റെ കാരണം തീർത്തും നമുക്ക് പറയാം 100% ഈ സമൂഹത്തിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അപ്പോൾ സമൂഹത്തിന്റെ ബാധ്യതയാണ്, കർത്തവ്യമാണ് പങ്കുവെക്കുക. തന്റെ കയ്യിലുള്ള വിഭവങ്ങൾ സമൂഹവുമായി പങ്കുവെക്കുക. ആരും അനാഥരായി ഇരിക്കരുത്. ഈ സമൂഹം ഒന്നാണ്. പുരുഷയേവ ഇദം സർവം, ഇതെല്ലാം ഈശ്വരന്റെ പ്രതിരൂപമാണ്. ഈ അറിവോടുകൂടി തനിക്കാവുന്ന വിഭവങ്ങൾ പങ്കുവെച്ച് നീ അനാഥനല്ലെന്നും നീ സനാഥനാണെന്നും ഒരനാഥനെ പഠിപ്പിക്കാനും കാണിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണം. ഈ ആശയമാണ് ഓർഫനേജുകളുടെയും അനാഥ മന്ദിരങ്ങളുടെയും പിന്നിലുള്ളത്. അതെത്രയോ ദിവ്യമായ ഒരു കർമ്മമാണ്. അതിനെ നല്ല ദൃഷ്ടിയിൽ കാണുക, കാണാൻ ശീലിക്കുക. ഈ പറഞ്ഞതിന് എല്ലാവരും എല്ലായിടത്തും നല്ലതായി നടത്തുന്നു എന്ന് നമുക്ക് പറയാനൊന്നും കഴിയില്ല. എവിടെയുണ്ടല്ലോ ചീത്ത. ഏത് നല്ലതിന്റെ പേരിലും ചീത്തയും നടക്കുമല്ലോ. ചീത്ത നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ പ്രക്രിയയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. ഈ സമൂഹത്തിൽ ഒരാളെങ്കിലും അനാഥത്വത്തിന്റെ ഭാരം പേറുന്നുണ്ടെങ്കിൽ അതിന്റെ ദോഷം സമൂഹത്തിന്റെ ദോഷമാണ്. തെരുവിൽ ജനിക്കുന്ന ഒരു ശിശു, ആ ശിശുവിന്റെ അമ്മയെ ചിലപ്പോൾ കണ്ടിട്ട് പുച്ഛിച്ചേക്കാം ഈ സമൂഹത്തിലെ ഒരു അംഗം. ആ സ്ത്രീ മാത്രം വിചാരിച്ചാൽ ആ സന്താനം ഉണ്ടാവില്ലല്ലോ. ആ സന്താനം പുറത്തേക്ക് വന്നതിന്റെ കാരണം ഈ സമൂഹത്തിൽ തന്നെയാണുള്ളത്. അതിനെ കണ്ടില്ലെന്ന് നടിക്കരുത്, അവളെ അപമാനിക്കരുത്. മറിച്ച് ആ കുഞ്ഞിനൊരു ബാല്യം, ജീവിതം നൽകുക. അതാണ് നമ്മുടെ കർത്തവ്യമെന്നറിയുക. അതിനുള്ളിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹം ഉണ്ടാവുക. അവിടെ ജാതിയോ മതമോ ഒന്നും ആവശ്യമില്ല. അവിടെ മനുഷ്യനെ കാണാൻ ശ്രമിക്കുക. ആ മനുഷ്യനെ കണ്ട് ഈ സ്നേഹം സ്വയം നൽകി ആ സ്നേഹത്തിൽ നിന്നുണ്ടാവുന്ന സേവനം അർപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സ്വയം മനുഷ്യനാവുക. അങ്ങനെ സ്വയം മനുഷ്യനാകുമ്പോൾ കുറച്ച് മനുഷ്യന്മാരെയും നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കും. ആ പരിശ്രമം ചെയ്യുന്നവരെ നിന്ദിക്കുന്നതിന് പകരം അഭിനന്ദിക്കുന്നില്ലെങ്കിൽ മാറി നിൽക്കുകയെങ്കിലും ചെയ്യുക. ഒന്നുകൂടി പറയുന്നു, അതിനെ അഭിനന്ദിക്കുന്നില്ലെങ്കിൽ നിന്ദിക്കാതെ മാറി നിൽക്കുകയെങ്കിലും ചെയ്യുക. സ്വന്തമായി വീടോ സൃഷ്ടികർത്താവോ സൃഷ്ടികർത്താവില്ലാണ്ട് ആരെങ്കിലും ജനിക്കുമോ? ഇതാണ് ഈ സമൂഹത്തിന്റെ കാപട്യം. ഒരച്ഛനില്ലാതൊരു മകൻ ജനിക്കില്ല. അച്ഛനില്ലാത്ത മകൻ ഇല്ല. ആർജവത്തോടുകൂടി ഞാനാണ് ഇവന്റെ അച്ഛനെന്ന് പറഞ്ഞൊരുത്തൻ വന്ന് വളർത്തിയിരുന്നെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? എന്നിട്ട് ആ ബാല്യത്തെ നിന്ദിക്കുന്നുവോ? ഈ ഭാവം നമുക്കുണ്ടാവരുത്. ഇത് അങ്ങേയറ്റം തെറ്റാണ്. അങ്ങേയറ്റം അപലപിക്കേണ്ടതാണ് ഈ ഭാവം. അതുണ്ടാവരുത്. അതുകൊണ്ട് സൃഷ്ടികർത്താവില്ലാണ്ട് ആരും ജനിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. തന്റെ സൃഷ്ടി ചെയ്തു എന്നുള്ളതിന്റെ പേരിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയും ഒക്കെ നടക്കുന്നവനുണ്ടല്ലോ, അവനാണ് ഈ അനാഥത്വത്തിന്റെ കാരണം. അത് തിരിച്ചറിയുക. ഇരിക്കട്ടെ, അവൻ സമൂഹത്തിലെ അംഗമായതുകൊണ്ട് നമ്മുടെ കർത്തവ്യമാണ് അവന്റെ സന്താനത്തെ ഉയർത്തേണ്ടത്, വളർത്തേണ്ടത്. പിന്നെ പല കാരണങ്ങളെ കൊണ്ട് അനാഥത്വം പേറുന്നവരുണ്ട്. കുടുംബജീവിതത്തിലുള്ള വന്നു ചേരുന്ന ദോഷങ്ങൾ,
പരസ്പരം തിരിച്ചറിയാത്ത ഭാര്യാഭർത്തൃ ജീവിത ക്രമങ്ങൾ, അതിന്റെ ഫലമായിട്ട് അകലുന്ന വൈവാഹിക ബന്ധങ്ങൾ, പലതരത്തില് സമൂഹത്തിലെ മാന്യന്മാരാലും കേമന്മാരാലും അപമാനിക്കപ്പെടുന്ന സ്ത്രീത്വങ്ങൾ, പലതരം അപകടങ്ങളാൽ മൃതി സംഭവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അനാഥത്വങ്ങൾ, ഇങ്ങനെ പലതും ഉണ്ട്. അതിന്റെ ഫലമായിട്ട് ആരോരും ഇല്ലാത്ത ഒരാളായിട്ട് ഒരാൾ ശേഷിക്കുന്നുവെങ്കിൽ അവനെ അപമാനിക്കുന്നതിന് പകരം ഒരു കൈ താങ്ങ് കൊടുക്കുക. അത് കൊടുക്കാൻ വയ്യേ, അത് കൊടുക്കുന്നവരെ കളിയാക്കാതിരിക്കുക. ഈ ഒരു മാന്യതയെങ്കിലും ഉണ്ടാവുക. അതാണ് പറയാനുള്ളത്. അനാഥർ ഭാരതത്തിന് ഭാരമാണ്. അനാഥരല്ലാതെ അവരെ സനാഥരാക്കേണ്ടത് ഈ സമൂഹത്തിന്റെ കർത്തവ്യമാണെന്ന് അറിയുക. ഇതെഴുതിയ ആളുടെ അടക്കം എന്റെ കർത്തവ്യമാണെന്ന് അറിഞ്ഞതിൽ പങ്കുചേരുക. അവനവന്റെ വീട്ടിൽ അവനവന്റെ കുട്ടിക്ക് ആഹാരം കൊടുക്കാൻ പരിശ്രമിക്കുമ്പോൾ അത് കൊടുക്കാൻ ആൾക്കാരില്ലാത്ത കുട്ടികളെ പറ്റി ഓർത്തിട്ട് ഒരല്പം മാറ്റി വയ്ക്കുക. സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സ്കൂളിലേക്ക് ബാഗോ പുസ്തകമോ കുടയോ വാങ്ങുമ്പോൾ ഇത് വാങ്ങിക്കൊടുക്കാൻ ആൾക്കാരില്ലാത്ത മക്കളെ പറ്റി ഓർത്തിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കരുത്. അങ്ങനെ ചെയ്യുന്ന പ്രസ്ഥാനത്തിന് നമ്മളാലാവുന്നത് ചെയ്യുക. അതാണ് വേണ്ടത്.